നടക്കാൻ ഞങ്ങളിവിടെ പോയി കിടക്കുക കിളവിയെ നോക്കി കിടക്കുന്നതാണ് എന്റെ ജോലി. അമ്മച്ചി എന്ന് അന്വേഷിക്കും. ഈ ഇല്ല യവൻ എവിടെ പോയി കിടക്കായിരുന്നു തീ കത്തിക്കാൻ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ തന്നെ ഉണ്ടല്ലോ കറിയ. അവനെ കൊണ്ട് കത്തിക്കാം. എലിത്തള്ളേ കുറച്ചുകൂടെ കുറച്ചുകൂടെ അത് മതി. തള്ളക്ക് ഒരു ആവശ്യം വന്നാ ഞാനേ ഉള്ളേ. ഒരു വലിയ തിന്നാൻ നേരത്തെ പാത്രം പൊക്കി പിടിച്ചോണ്ട് വന്നു. മാത്രമല്ലാതെ ചെയ്യാനോട്ട് കാണത്തില്ല. അതുകൊണ്ടൊന്നും പറയിക്കരുത്. അങ്ങോട്ട് മാറരുത്. നീ എന്തിനാ വന്നത്? ഞാൻ അങ്ങോട്ട് കൊണ്ട് കിടന്ന് ഉറങ്ങല്ലേ? തള്ളണ്ട തള്ളണ്ട, എല്ലാവർക്കും ഉണ്ട്. ഒരു സ്നേഹം കാണിക്കണം. ഇങ്ങോട്ടുണ്ടോ? എത്ര നാളെന്ന് കരുതിയാ? എല്ലാവർക്കും കൂടിയുള്ള വൈപ്പ് ഒരു പാത്രത്തിലേ വയ്യ. പട്ടിണി കിടന്നാലും വേണ്ടില്ല, അശേഷം വയ്യ. ഒഴിഞ്ഞ വയറിന്റെ മുമ്പില് ശുദ്ധിയും ഐത്തവും ജാതിയും മതവും ഒന്നുമില്ല തിരുമേനി. പട്ടിണി കിടന്ന് ചത്തോളൂ. ചോറാദ്യം വേണ്ട. ഓ പിന്നെ ഈ കാട്ടിൽ ഇപ്പൊ കറി ആദ്യം വളർന്നു പിന്നെ ഞാൻ ചോറ് അങ്ങോട്ട് കൊടുത്തേ. ചാടമില്ലേ? എടാ ബാപ്പിയേ, നമ്മുടെ ഹാജിയാർക്ക് കട്ടിയുള്ള കഷണങ്ങൾ നോക്കി വിളമ്പ്. ഇന്നിത്തിരി ക്ഷീണ സമയമാണെന്ന് കരുതി ആയ കാലത്ത് നല്ലവണ്ണം തിന്ന് ശീലമുള്ളതാ. കൊണ്ടുവാ. പുണ്ണിലിട്ട് കുത്താതടാ കുഞ്ഞുവർക്കി. അടുത്ത ഊഴം നിന്റേതല്ലെന്ന് ആരറിഞ്ഞു? അത് കേട്ട് ചിരിക്കാനും കുറെ പേര്. കാട്ടിലും മേട്ടിലും കൂടിയുള്ള ഈ യാത്ര ഇതെന്ന് എവിടെ ചെന്ന് എങ്ങനെ അവസാനിക്കുമോ എന്തോ. ഉരുളുപൊട്ടി എത്ര എണ്ണം മരിച്ചു എന്റെ കർത്താവേ. അതേടി, എന്നിട്ട് ആ കൂട്ടത്തിൽ ഞാനും ചത്തില്ലല്ലോന്ന്. ചത്തിരുന്ന് എന്റെ സമ്പാദ്യം മുഴുവനും എടുത്ത് നിനക്കിടന്ന് വിലസാമല്ലോ. ഓരോന്നിന്റെ മനസ്സിലിപ്പ് പുറത്തു വരുന്ന കണ്ടില്ലേ എന്റെ ദൈവം കർത്താവേ. വെള്ളം താ. ദൂടെ കഴിച്ചു മോളെ. ഗുരുത്തം കേട്ടതേ, ഇവിടെ നിന്നാ നിനക്ക് കാര്യം? ആശ്രീകരം ഉണ്ണും നടത്താൻ എന്റെ വിളയാട്ടം. കളിക്കാൻ കണ്ട സ്ഥലേ കടന്നു പോവിടുന്നു.
തനിക്കേ തട്ടിക്കേറാനാ തനിപ്പെങ്കിലും ഞാനിവിടെ ഉണ്ട്. ഇങ്ങോട്ട് പോര്. കൊച്ചു കുഞ്ഞിന്റെ അടുത്ത് കണ്ടിടൂ തന്റെ തുൽമ. ഇത്രയും കണ്ണീര് കുടിച്ചിട്ടും നിങ്ങളുടെ മനസ്സിലെ വിഷം ഇറങ്ങിയില്ലല്ലോ കൂട്ടനെ. എന്റെ പൊന്നമ്മയല്ലേ, രാവിലെ ഒന്നും കഴിച്ചില്ല. ഇതാ ഇത് കഴിക്കേ. 3 ഉരുള കഴിച്ചാ മതി. അമ്മയുടെ കുഞ്ഞുമോളല്ലേ തരുന്നത്. എന്റെ പൊന്നമ്മയല്ലേ. അമ്മേ, എന്റെ അമ്മയല്ലേ. ഇതൂടെ കഴിക്കൂ കുഞ്ഞോടമ്മേ, ഇല്ലെങ്കിൽ വിശക്കൂലേ. വിശ്വത്തും കഴിച്ചിട്ടില്ല. നിന്റെ പങ്ക് വാങ്ങിയല്ലേ? എനിക്കല്ല, നിന്റെ അമ്മയുടെ പങ്ക് വാങ്ങിച്ചാണല്ലോ. അമ്മയ്ക്കുമല്ല, പിന്നെ വിശ്വത്തിനാ. എന്തോ അദ്ദേഹം ഇവിടെ വന്ന് വാങ്ങിച്ച കയ്യിലെ വളവൂരി പോവുമായിരിക്കും. പോട്ടെന്റെ അച്ചുവേട്ടാ, പൂരപ്പര വെച്ചേ അങ്ങത്തമാർ അദ്ദേഹം ഇരിക്കുന്നിടത്തോണ്ടെന്ന് വിളമ്പുമായിരിക്കും. ഒരു വിശ്വേട്ടൻ. ഇനിയാ മോളെ പാത്രം. ആ കൊണ്ടു ആ ഒഴി ദാദാ കൊണ്ടു. മോളെ വിവാത്തുവോ? സൂക്ഷിക്കണേ, നിറവയറാണ്, അതും കടിഞ്ഞൂല്. പാവം. നിങ്ങൾ അവന് വിളമ്പിയ ശേഷം എനിക്ക് വിളമ്പുന്നതിന് സാരം തന്നാ അവന്റെ ഉച്ചസം ഞാൻ തിന്നോ? ആർക്കെങ്കിലും ഒരാൾക്കല്ലേടാ ആദ്യം വിളമ്പാൻ നോക്കൂ. വിളമ്പിക്കാ തളേ മോനും കൂടെ ഒറ്റയ്ക്ക് നക്കിക്കോ. ഓ പിന്നെ അതിന് നിന്റെ അനുവാദം ആർക്ക് വേടാ? പട്ടി കാല് പിടിക്കാൻ തൊഴിൽ വെച്ചതല്ലോ. ഒന്നിന് രണ്ടായിട്ട് നീ തിരിച്ചു വാങ്ങിക്കും. നിനക്ക് മാത്രമേ തെമ്മാടത്തിനെ കാണിക്കാൻ പറ്റത്തോന്ന് വിചാരിച്ചോടാ. പിടിച്ചോ. നെകളിച്ചോടാ, അധിക പ്രസംഗങ്ങളെ നെകളിച്ചോ. അതും അന്നത്തിന്റെ മുമ്പിൽ തന്നെ ഇരുന്ന് നെകളിച്ചോ, കുണം പിടിക്കും. ഓ എന്റെ ഏലി, നിന്റെ ഈ വിധിയാണൊരു വിധി. ആണോ? ആണെങ്കിലേ ഞാനങ്ങ് സഹിച്ചു. ഒരു സഹതാപക്കാരി. അയ്യോ, ഞാൻ പറഞ്ഞത് എടുത്തേ. എടാ പാപ്പിമോനെ, എടാ കറിയാമോനെ, പരുന്നടാ മക്കളെ, വന്ന് ചോറ് തിന്നെ. ഒന്ന് ഊണ് കഴിക്കേ. ഓ നശിച്ച യാത്ര. ഇനി എത്ര ദിവസം ആ വണ്ടിയിലിരുന്ന് കുലുങ്ങി എരിങ്ങിയാലാണ് എന്റെ കർത്താവേ. ആ നങ്ങിയാർത്തോടിയിലെങ്ങാനുമായിരുന്നെ ആയുസ് എത്തി മരിക്കാവായിരുന്നു. അത്ര ദണ്ണമാണെങ്കിലേ അങ്ങോട്ട് തന്നെ തിരികെ ചെല്ല്. അതെടി, എന്നിട്ട് വേണം. നീ അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. എന്നതാടാ ഒരു വശം കേട്ട? ഒന്നുമില്ല. ഇത്രയും നാളിനിടയ്ക്ക് നിങ്ങൾ തമ്മിൽ സ്നേഹമായിട്ട് ഒരു വാക്കെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെ അങ്ങ് ചോദിക്ക് ശിവ, ഒന്നുകൂടെ ചോദിക്ക്. ഏതാണ്ട് ഇടിവെട്ടാ നിന്ന് നേരത്താ ഇതിയാന്റെ മിന്ന് എന്റെ കഴുത്തേ വന്ന് വീണു. ഇതിനെപ്പോഴാണോ ഒരു വിമോചനം? അല്ലേ, നിങ്ങൾ അച്ഛനും മകനും തമ്മിൽ എന്താ ഇങ്ങനെ? എങ്ങനെ? ഒരാളുടെ നിഴല് കണ്ട മറ്റേ ആള് വലിയും. എന്തിനാ ഇങ്ങനെ ഒരു അകൽച്ച? അകൽച്ചല്ല മറിയേ, വിധി. അവൻ ഓർമ്മ വെക്കുമ്പം ഞാൻ അങ്ങ് ലോറിത്താവളത്തിലാ. വല്ലപ്പോഴും ഒരിക്കൽ വീട്ടിൽ വരും, 2 ദിവസം, പിന്നെയും ഓട്ടം തന്നെ. ദാക്ഷായണിയായിരുന്നു ഇടയ്ക്കൊരു കണ്ണി.
അവള് പോയപ്പോ അത് പറ്റും. തമാശയായിട്ടല്ല ഞാൻ അവളെ സ്നേഹിക്കുന്നത്. എനിക്കവളെ ഇഷ്ടമാണ്, സ്വന്തമാക്കണമെന്നുണ്ട്. ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. വിശ്വട്ടനോട് എതിർക്കാൻ എനിക്ക് ധൈര്യമില്ല, അതിനുള്ള കഴിവുമില്ല എനിക്ക്. ദയവ് ചെയ്ത് ഞങ്ങളെ പിരിക്കരുത്. അമ്മേ, അമ്മേ, നമ്മുടെ കുഞ്ഞുമോള് അവളെ ശിവൻ ഇഷ്ടാണെന്ന് അമ്മ കേൾക്കുന്നുണ്ടോ? ഞാനവന് വാക്ക് കൊടുത്തു. അമ്മേ, അമ്മേ. പിന്നെ പോലൊരുത്തനെ നൊന്ത് പറ്റതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഈ ജയിലിൽ കിടന്ന് ചത്തു എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആശ്വസിച്ചേനെ. അവന്റെ അമ്മയ്ക്ക് ശ്രീധരൻ കിട്ടിയ വകയായിരിക്കും വഴി. അവന്റെ ഒരു പോക്ക് കണ്ടില്ലേ? അയ്യോ വണ്ടി ഒന്ന് നിർത്തണേ, അയ്യോ അയ്യോ വണ്ടി ഒന്ന് നിർത്തണേ, വണ്ടി ഒന്ന് നിർത്തണേ, വണ്ടി നിർത്തണോ, വണ്ടി നിർത്താൻ. എന്താ എലിപ്പണ്ണേ കാര്യം? അയ്യോ വിവാസൂരി നോവ് തുടങ്ങി. അയ്യോ ദൈവമേ, ഈ നടുക്കാട്ടിലെ എന്റെ ഉമ്മ. എന്താ എന്തൊക്കെ? അയ്യോ ഈ ആണുങ്ങളെല്ലാം അങ്ങോട്ട് മാറി നിങ്ങൾ. ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങിയില്ല. കൊച്ചിന്റെ കിടപ്പ് കുറച്ച് കുഴപ്പത്തില്ല. അപ്പാത്തിക്കേരിയോ പതിച്ചത് വിളിക്കണം, അല്ലെങ്കിൽ ഏനക്കേടാവും. ഏയ് ഒന്ന് നിൽക്കണേ. ഇവിടെ അടുത്തെങ്ങാനും പേറ്റിച്ചിയോ ഡോക്ടറോ ആശുപത്രിയോ വല്ലതും ഉണ്ടോ? എവിടെയാ?
അവിടെയോ? എത്ര ദൂരം പോണം? 9 മൈലോ കിലോമീറ്ററോ മറ്റാവും. ആ, അത് ആശുപത്രി ആവൂല, വല്ല ഹെൽത്ത് സെന്ററോ മറ്റോ ആവും. അതെങ്കിൽ അത് പക്ഷെ അത്രയും ദൂരം നമ്മുടെ വണ്ടിയിൽ അവിടെ എപ്പോ എത്താനാ? അതുവരെ അവള് നോവ് താങ്ങൂല്ല. അനുഭവിച്ചോ. ആര് പറഞ്ഞു ഇതിനൊക്കെ? ഇക്കാലത്ത് ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ എന്നാ ചെലവാ. ഒരു കണക്കിന് എന്റെ പെമ്പറന്നോര് പറഞ്ഞത് കർത്താവിന്റെ അനുഗ്രഹം തന്നെ. നീ വലിയവനാണേ. നമുക്ക് നിർത്താം. ഒന്ന് നിർത്തണേ. ഒരു അത്യാവശ്യ ഒരു അത്യാവശ്യ കാലത്ത് ഡ്രൈവറെ ഒന്ന് നിർത്തണേ. ഒന്ന് നിർത്തണേ. സുഖമില്ലാത്ത ഒരാളെ ഒന്ന് നിർത്തണേ. ഒന്ന് നിർത്തണേ. ഒരു ഗർഭിണി ആശുപത്രി എത്തിക്കാനാ. ഒന്ന് നിർത്തണേ. ഒന്ന് പിടിച്ചേർക്കാം മെല്ലെ. നാണക്കേടാ. മെല്ലെ അതൊക്കെ അങ്ങോട്ട് കയറിക്കാം. പിടിച്ചു കയറി പിടിച്ചു. ആ കുഞ്ഞാണ്. ദൈവം അവൾക്ക് ആയുസ് കൊടുത്തില്ല. ഈ ചോര കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ഇവിടെ പെണ്ണുങ്ങളാരുമില്ലേ? ഇവിടെ തന്നെ ജീവിക്കാനേ നിർത്തിയില്ല, പിന്നെ ഈ ചോര കുഞ്ഞിന്. പറ, നമുക്ക് പോവാം.
അല്ലേ? ഓ, ഒരു അലുവാ കഷ്ണം പോലത്തെ കുഞ്ഞ്. നമുക്കതിനെ എടുത്ത് വളർത്താം. നമുക്ക് വളർത്താം. അതിനെന്തോന്ന് ഉരുട്ടി കൊടുക്കും? നിന്റെ തന്ത സമ്പാദിച്ചു വെച്ചിരിക്കുന്നു. നിനക്ക് പെറാൻ കർത്താവ് വിധിച്ചിട്ടില്ലേ പെറണ്ട, അത്ര തന്നെ. കണ്ട മാപ്പിളമാരുടെ കുഞ്ഞുങ്ങളൊന്നും ദത്തെടുക്കേണ്ട ഗതികേട് ഈ ഇട്ടിരാശന്റെ മകൻ കുഞ്ഞുവർക്കിക്ക് വന്നിട്ടില്ല. നോ ഉടക്കിരണം കേട്ടോളെ. നമുക്ക് വളർത്താം. അങ്ങനെ ആഹാ. അച്ഛോ അച്ഛോ ഒന്ന് നിർത്ത. എന്താ കാര്യം? എന്തിനാ അച്ഛൻ നിങ്ങൾ തല്ലിച്ചതക്കുന്നത്? മോളോട് ചോദിക്കും.